സ്റ്റാർ മാജിക്കിലൂടെ കോമഡി സ്റ്റാർസിലൂടെയും എല്ലാം പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ താരമായിരുന്നു കൊല്ലം സുധി. വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു സുധിയുടെ മരണം. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഭാര്യ രേണുവിൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറിയത്. അടുത്തിടെയും രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണം നടന്നിരുന്നു. രേണു പങ്കുവയ്ക്കുന്ന റീൽ വീഡിയോകൾക്കും ഫോട്ടോ ഷൂട്ടുകൾക്കുമെതിരെയാണ് വിമർശനങ്ങൾ വരുന്നത്. പലരും രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത്. താൻ വളരുന്നതിലുള്ള അസൂയ കൊണ്ട് ആളുകൾ മനഃപൂർവ്വം തന്നെ വിമർശിക്കുകയാണെന്നാണ് രേണുവിൻ്റെ വാദം. തങ്ങളെ പരിഹസിച്ചും വിമർശിച്ചും റിയാക്ഷൻ വീഡിയോ ചെയ്തവർക്കെതിരെ രേണുവും കുടുംബവും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ മൂലം താനും കുടുംബവും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത വിധത്തിൽ നാണക്കേട് അനുഭവിക്കുകയാണെന്നാണ് രേണു പറഞ്ഞത്. ആത്മഹത്യയുടെ വക്കിലാണ് തൻ്റെ കുടുംബമെന്നും രേണുവും സഹോദരി രമ്യയും പറഞ്ഞു. ഇപ്പോഴിതാ രേണുവിനെയും കുടുംബത്തെയും കുറിച്ച് തൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ ചില കാര്യങ്ങൾ കൂടി വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് റിയാക്ഷൻ വീഡിയോയിലൂടെ ശ്രദ്ധേയനായ അതുൽ. രേണുവിൻ്റെയും കുടുംബത്തിൻ്റെയും പല പ്രവൃത്തികളിലും തനിക്ക് സംശയമുണ്ടെന്നും അതിനാലാണ് താൻ സംശയങ്ങൾ ചോദിച്ച് വീഡിയോ പങ്കുവച്ചതെന്നും എന്നാൽ ഇപ്പോൾ വിക്ടിം കാർഡ് ഇറക്കി ആത്മഹത്യാ ഭീഷണി മുഴക്കുകയാണ് രേണുവും കുടുംബവും ചെയ്യുന്നതെന്നും അതുൽ പറഞ്ഞു. രേണുവും സഹോദരിയും എനിക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഞാൻ അവരുടെ കുടുംബകാര്യങ്ങളിൽ പൊതു ഇടങ്ങളിൽ പറഞ്ഞുവെന്ന് പറഞ്ഞ് ആത്മഹത്യയുടെ വക്കിലാണ് തങ്ങളെന്നൊക്കെ പറയുന്നത് കേട്ടു. ഞാൻ ആരുടെയും കുടുംബകാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. പബ്ലിക്കിൽ വന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തുവെന്ന് മാത്രം. രേണുവിൻ്റെ പള്ളിയിലെ വ്യാജ ബിഷപ്പായ സന്തോഷ് ചാക്കോയെക്കുറിച്ചും മാമോദീസ പോലും മുങ്ങാത്ത സുധിയെ പള്ളിയിലടക്കിയതിനെക്കുറിച്ചും മാത്രമാണ് ഞാൻ രേണുവിനോട് ചോദിച്ചത്. അതിനൊന്നും അവർ കൃത്യമായ മറുപടി ഇതുവരെയും തന്നിട്ടില്ല. ന്യായമായ കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. 2 ആഴ്ച മുമ്പ് കൊല്ലത്ത് പോയപ്പോൾ രേണുവിനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും അന്വേഷിച്ചപ്പോൾ വളരെ മോശം അഭിപ്രായമാണ് നാട്ടുകാർ പറഞ്ഞത്. അതുപോലെ വ്യാജ ബിഷപ്പായ സന്തോഷിൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങി രേണുവിൻ്റെ അച്ഛൻ പലിശയ്ക്ക് കൊടുക്കുന്നതായും നാട്ടുകാരിൽ നിന്നും അറിഞ്ഞു. ബിഷപ്പിൻ്റെ പള്ളിയിലെ കൈക്കാരനും രേണുവിൻ്റെ പിതാവാണത്രേ. കോടികൾ പറ്റിച്ചിട്ടുള്ള ആളാണ് വ്യാജ ബിഷപ്പായ സന്തോഷ്. അയാളെ അടുത്തിടെ ഒരു വീഡിയോയിലൂടെയും രേണു പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ വിമർശിച്ചിരുന്നു. ജന്മം കൊണ്ട് ഹിന്ദുവായ കൊല്ലം സുധിയെ രേണുവിൻ്റെ ഇടവക പള്ളിയിലെ സെമിത്തേരിയിൽ ക്രിസ്ത്യൻ ആചാരപ്രകാരമാണ് അടക്കിയത്. മൂത്ത മകൻ്റെ പൂർണ്ണ സമ്മതം അതിനുണ്ടായിരുന്നെന്നും രേണു മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു. താൻ മരിച്ചാൽ പള്ളിയിൽ അടക്കിയാൽ മതിയെന്ന് സുധി മരിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് പറഞ്ഞിരുന്നതായും രേണു വെളിപ്പെടുത്തി. നിരവധി പണം തട്ടിപ്പ് കേസിൽ പ്രതിയായ വ്യാജ ബിഷപ്പ് സന്തോഷാണ് തൻ്റെ മകന് സ്കൂൾ തുറന്ന സമയത്ത് ബാഗും കുടയും മറ്റും വാങ്ങിത്തന്ന് സഹായിച്ചതെന്നും രേണു അടുത്തിടെ പറഞ്ഞിരുന്നു. ഇതെല്ലാമാണ് പുതിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചത്. സിനിമ, മ്യൂസിക് വീഡിയോ എന്നിവയിൽ അഭിനയിച്ചാണ് രേണു വരുമാനം കണ്ടെത്തുന്നത്. അസുഖബാധിതരായ മാതാപിതാക്കളും തൻ്റെ സംരക്ഷയിലാണെന്ന് അടുത്തിടെ രേണു പറഞ്ഞിരുന്നു. കുടുംബത്തിലെയും കുഞ്ഞുങ്ങളുടെയും കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടിയാണ് താൻ റീൽ ചെയ്യുന്നതും അഭിനയിക്കുന്നതുമെന്ന് രേണു പലവട്ടം പറഞ്ഞു. അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് സ്വന്തമായി എന്തെങ്കിലും വാങ്ങുന്നതിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് മക്കളുടെ കാര്യത്തിനാണ്. അല്ലാതെ എനിക്കായിട്ട് എന്തെങ്കിലും ആഭരണങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഡംബരം കാണിക്കുകയോ ചെയ്യുന്നില്ലെന്നും രേണു പറഞ്ഞു. ഓരോരുത്തർക്കും പൈസ കിട്ടുമ്പോൾ അവർ അവരുടേതായ കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ ഞാൻ എൻ്റേതായ ഒരു സാധനവും ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഇപ്പോൾ ഇട്ടിരിക്കുന്ന ആ വസ്ത്രം വരെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് തന്നതാണ്. അതായത് സുധിച്ചേട്ടനുള്ള സമയത്ത് തന്ന വസ്ത്രമാണ്. കൂട്ടുകാരി അവർക്ക് ചെറുതായതുകൊണ്ടായിരുന്നു എനിക്ക് തന്നത്. അന്നും ഇന്നും ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഒരു വസ്ത്രം വാങ്ങിക്കുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങളുടെ ഒരു നേരത്തെ ആഹാരത്തെക്കുറിച്ചാണ് ചിന്തിക്കുക. ഇവരൊക്കെ പറയുന്നത് ഞാൻ ഈ പൈസയ്ക്ക് കുന്തളിച്ച് നടക്കുകയാണ്, അഴിഞ്ഞാടി നടക്കുകയാണെന്നാണല്ലോ. എൻ്റെ ബുദ്ധിമുട്ടുകൾ തുറന്നു പറയുന്നതിൽ എനിക്കൊരു മടിയുമില്ല. ജീവനോടെ ഉണ്ടെങ്കിൽ ഒരു 10 വർഷം കൂടെ ഈ വസ്ത്രം തന്നെ ഇടും. എനിക്ക് വേറെ ഇല്ല, ആരും തരാനുമില്ല. ചില സുഹൃത്തുക്കളൊക്കെ വസ്ത്രം തരും. പലപ്പോഴും പലരും ഇട്ട വസ്ത്രമൊക്കെയാണ് ഞാൻ ഇടുന്നത്. അതിലെനിക്കൊരു നാണക്കേടുമില്ല. എൻ്റെ ഫോൺ പൊട്ടിയിട്ട് വർഷങ്ങളായി. പുതിയൊരു ഫോൺ വാങ്ങിച്ചു തരാൻ പോലും ആരുമില്ല. കിച്ചുവിന് എന്തായാലും വിദേശത്തുള്ള ഒരു പുള്ളിക്കാരി നല്ലൊരു ഫോൺ വാങ്ങിച്ചു കൊടുത്തിരുന്നു. അതിൽ വലിയ സന്തോഷമുണ്ട്. എനിക്കതുപോലെ വാങ്ങിച്ചു തരാൻ ആളില്ല. പിന്നെ ഈ പറയുന്നവരൊക്കെ എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ലെന്നും രേണു പറഞ്ഞു. യൂട്യൂബ് ചാനലിന് അനുവദിച്ച അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു രേണു. എല്ലാവരുടെയും വിചാരം ഞാൻ അഴിഞ്ഞാടുന്നു, കോടികൾ ഉണ്ടാക്കുന്നു, സ്വത്തുക്കൾ ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ്. ആകെ കിട്ടുന്ന വരുമാനം ആൽബത്തിലൂടെയും അഭിമുഖങ്ങളിലൂടെയും ലഭിക്കുന്ന ചെറിയ വരുമാനമാണ്. പിന്നെ വിധവാ പെൻഷനും ലഭിക്കുന്നുണ്ട്. അക്കൗണ്ടിൽ ആകെയുള്ളത് 951 രൂപയോളമാണ് എന്നാണ് സുധിച്ചേട്ടനെ വിറ്റ് കാശുണ്ടാക്കുന്നു എന്ന് പറയുന്നത്. ഇന്നലെയും കൂടെ ഒരാൾ വിളിച്ചു ചോദിച്ചത് രേണു നല്ല രീതിയിൽ പ്രതിഫലം വാങ്ങിക്കുന്നുവെന്നാണല്ലോ. ഇതൊക്കെ കേട്ട് മടുത്തുവെന്നും രേണു പറഞ്ഞു. അതേസമയം തനിക്ക് പുതിയ വിവാഹാലോചനകൾ വരുന്നുണ്ടെന്നും രേണു
അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു.